بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 42-43 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖുൽ ഈ പദത്തിൽ ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നിസ്ബിയായ അഥവാ മൂന്നാമത്തെ ദറജയിലുള്ള തഫ്ഖീമാണ് അതിന് കൊടുക്കുക. ഖാഫിന് ദമ്മായതുകൊണ്ട് ഖുൽ എന്ന് തടിപ്പിച്ച് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ട 7 ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ് ഖാഫ്. അതിനെ തഫ്ഖീം ചെയ്യണം അഥവാ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖുൽ അഖ്സൽ ലിസാൻ എന്നതാണ് ഖാഫിൻ്റെ മഖ്റജ്, നാവിൻ്റെ അങ്ങേ അറ്റം, അവിടെ നിന്നാണ് ഖാഫ് ഉച്ചരിക്കപ്പെടുക. ഖുൽ മൻ, ലാം ഇദ്ഹാർ ചെയ്യേണ്ട ലാമാണ്. ഖുൽ മൻ യക്ലഉകും, മൻ എന്നതിലെ സാക്കിനത്തായ നൂനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. മൻ യക്ലഉകും, യക്ലഉകും ഈ പദത്തിലെ കാഫിൻ്റെ സുക്കൂൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ആളുകൾക്ക് തെറ്റുപറ്റാറുള്ളത് യക്ലഉകും എന്ന് പറയും. അങ്ങനെ ഖൽഖല നൽകാൻ പറ്റാത്ത അക്ഷരമാണ് കാഫ്. യക്ലഉകും പറയരുത്. എന്നാൽ ചിലർ യക്ലഉകും എന്ന് തീരെ കാഫിൻ്റെ ശബ്ദം കേൾപ്പിക്കാതെ യക്ലഉകും എന്ന് അവ്യക്തമാക്കിയും ഉച്ചരിക്കാറുണ്ട്. ഇത് രണ്ടും ശരിയല്ല. മറിച്ച് കാഫ് ഹംസ് എന്ന സ്വഭാവമുള്ള സിഫത്തുള്ള അക്ഷരമാണ്. യക് യക് യക്ലഉകും യക്ലഉകും ബില്ലൈൽ, സാക്കിനത്തായ മീമും ശേഷം ബാഉം വന്നിരിക്കുന്നു. ഇഖ്ഫ ഷഫവി നൽകി മീമിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി, നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. റാഇന് കസ്റ ആയതുകൊണ്ട് തർക്കീഖ് നൽകണം. വന്നഹാരി മിനർ റഹ്മാൻ, മിനർ റഹ്മാൻ, റാഇന് തഫ്ഖീമാണ് ഇവിടെ നൽകേണ്ടത്. ഫത്ഹ നൽകപ്പെട്ട റാ കൂടാതെ ഷദ്ദുള്ള റാ ആയതുകൊണ്ട് തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. തക്രീർ എന്നത് അതിൽ അടിസ്ഥാനപരമായുള്ള സിഫത്താണെങ്കിൽ തന്നെയും ഷദ്ദുള്ള റാഇനെ തക്രീർ വരാതെ സൂക്ഷിക്കണം. വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദു എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അർ റഹ്മാൻ എന്ന് വിറപ്പിക്കരുത്, മറിച്ച് മിനർ റഹ്മാൻ തഫ്ഖീം ചെയ്ത് ഒറ്റ റാ ഉച്ചരിക്കുക. എന്നാൽ ചിലർ സൂക്ഷ്മത കാരണം മിനർ റഹ്മാൻ എന്ന് അവ്യക്തമാക്കി പറയാറുണ്ട്. അത് ശരിയല്ല. റാഇൻ്റെ ശരിയായ മഖ്റജിൽ നിന്നുമുള്ള ഉച്ചാരണമല്ലാതെ റഹ്മാൻ എന്നൊരു മുഴക്കം, ഒരു അവ്യക്തമായ ശബ്ദം മാത്രം കേൾക്കും. അങ്ങനെ റാ ഉച്ചരിക്കാൻ പറ്റുകയില്ല. മിനർ റഹ്മാൻ ഹ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ബൽ ഹും അൻ ദിക്രി, ബൽ ഹും സാക്കിനത്ത് ലാം ഇൽഹാർ നൽകേണ്ട അക്ഷരമാണ്, വ്യക്തമാക്കണം. ഹും അൻ ദിക്രി, ഇവിടെ സാക്കിനത്ത് മീമുണ്ട്, അതിന് ഇൽഹാർ ഷഫവിയാണ്. ബൽ ഹും അൻ ദിക്രി, മീമിനെ മണിക്കാതെ ഇൽഹാർ ചെയ്ത് ഇൽഹാർ ഷഫവി ചെയ്ത് വെളിവാക്കി ഉച്ചരിക്കുക. അൻ ദിക്രി സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ ദിക്രി റബ്ബിഹിം, ദിക്രി ദിക്രി ഇവിടെയുള്ള സാക്കിനത്തായ കാഫിൻ്റെ അവസ്ഥ നാം നേരത്തെ പറഞ്ഞതുപോലെ യക്ലഉകും അതിലുള്ള അതേപോലെ തന്നെ ഇവിടെയും ദിക്രി എന്ന് കാഫിൻ്റെ ശബ്ദം ചലിപ്പിക്കരുത്, ഖൽഖല നൽകരുത്. മറിച്ച് ദിക്രി എന്ന് തീരെ കാഫ് കേൾപ്പിക്കാതെയും ഉച്ചരിക്കരുത്. ഹംസ് നൽകിക്കൊണ്ട് ദിക്രി ദിക്രി റബ്ബിഹിം, അൻ ദിക്രി റബ്ബിഹിം, 2 റാകൾ തുടരെയായി വരുന്നു. ആദ്യത്തേതിന് കസ്റാണ്, അതിന് തർക്കീഖ്. രണ്ടാമത്തേത് ഫത്ഹാണ്, അതിന് തഫ്ഖീമും. عن ذكر ربهم معرضون, റബ്ബിഹിം സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച്
ഇദ്ഗാം ഷഫവി ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും അതിന് പേര് നൽകാം. റബ്ബിഹിം മുഅ്രിദൂൻ, ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക, മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. റാഇന് കസ്ർ, തർഖീഖ്, മുഅ്രിദൂൻ. ദ്വാദിന് തഫ്ഖീം നൽകണം, നിസ്ബിയായ തഫ്ഖീം. മുഅ്രിദൂൻ, ദ്വാദ് അതിൻ്റെ മഖ്റജായ ഹാഫത്തുൽ ലിസാൻ, നാവിൻ്റെ അരുവിൽ നിന്ന്, സൈഡിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മുഅ്രിദൂൻ അതിന് തഫ്ഖീമുള്ള ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതുമാണ് ദ്വാദ്. അം ലഹും ആലിഹ, ഇവിടെ 2 സാക്കിനത്തായ മീമുകൾ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അം ലഹും, ഈ 2 സാക്കിനത്തായ മീമും. അം ലഹും ആലിഹ ആലിഹത്തുൻ തംനഉഹും, ആലിഹത്തുൻ എന്നതിൽ തൻവീനുണ്ട്. ആ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ശേഷം താ ആണ് വന്നിട്ടുള്ളത്. തംനഉഹും എന്നതിൽ ആദ്യത്തെ സാക്കിനത്തായ മീം തം, ഈ സാക്കിനത്തായ മീം രണ്ടാമത്തെ അക്ഷരമായതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. തംനഉഹും മിൻ, ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. തംനഉഹും മിൻ ദൂനിന, മിൻ ദൂനിന, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിച്ചുച്ചരിക്കുക. മിൻ ദൂനിന ലാ യസ്തതീഊൻ, ത്വാഇന് കസ്റുണ്ട്, തഫ്ഖീം കുറഞ്ഞ തഫ്ഖീമാണ്, ഏറ്റവും താഴെ ലെവലിലുള്ള തഫ്ഖീം. ലാ യസ്തതീഊന നസ്റ, നസ്റ, സ്വാദിന് തഫ്ഖീം, റാഇനും തഫ്ഖീം, എല്ലാം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട, തടിപ്പിക്കേണ്ട അക്ഷരങ്ങൾ സ്വാദും റാവും. നസ്റ അൻഫുസിഹിം, സാക്കിനത്തായ നൂനും ശേഷം ഫാവും. അൻഫുസിഹിം ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അൻഫുസിഹിം, അൻഫുസിഹിം വലഹും, ഇവിടെ സാക്കിനത്തായ മീമും ശേഷം വാവുമാണ്. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, വാവ് ഷഫവിയ അക്ഷരമായതുകൊണ്ട്. വലഹും മിന്ന നസ്റ അൻഫുസിഹിം വലഹും മിന്ന, സാക്കിനത്തായ മീമും ശേഷം മീമും വീണ്ടും ആവർത്തിക്കുന്നു. ഇദ്ഗാം ഷഫവി, 2 മീമുകളെ ഒറ്റ മീമാക്കി ഷദ്ദുള്ള മീമാക്കി മണിച്ചുച്ചരിക്കുക. ശേഷം ഷദ്ദുള്ള നൂന് അതിനെ മണിക്കുക. വലഹും മിന്നാ യുസ്ഹബൂൻ, സ്വാദിന് തഫ്ഖീം കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ പ്രത്യേകം നാം എടുത്തു പറയുകയുണ്ടായി. ഇതല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. താരതമ്യേന തഫ്ഖീമിൻ്റെ ഹർഫുകൾ കുറവും മറ്റുള്ളവ കൂടുതലുമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون